നിയമമനുസരിച്ച് സ്ത്രീധനം ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് കുറഞ്ഞത് 5 വർഷത്തെ തടവിന് കാരണമാകും. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ സ്ത്രീധനത്തിന്റെ പേരിൽ 260 പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓരോ വർഷവും ഏകദേശം 5000 സ്ത്രീധന പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. 1961 മുതൽ സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിലുണ്ട്. വിവാഹ ചെലവുകൾക്കായി വധുവിന്റെ കുടുംബം വരന്റെ കുടുംബത്തിന് നൽകുന്ന പണം പോലും സ്ത്രീധനമായി കണക്കാക്കും. വിവാഹ സമ്മാനങ്ങളുടെ പട്ടികയ്ക്ക് പോലും രേഖകൾ സൂക്ഷിക്കണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നിരവധി സ്ത്രീകൾ ക്രൂരമായി കൊല്ലപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു ഭർത്താവ് പാമ്പിനെ ഉപയോഗിച്ച് ഭാര്യയെ കൊന്ന അവിശ്വസനീയമാം വിധം ഭയാനകമായ ഒരു കേസ് ഉണ്ടായിരുന്നു. സ്ത്രീധനം നൽകാൻ പണമില്ലെന്ന് പറഞ്ഞ് ചെയ്ത ഡോക്ടർ ഷഹാനയാണ് സ്ത്രീധന പീഡനത്തിന് ഏറ്റവും ഒടുവിൽ ഇരയായത്. കൂടുതൽ സ്വർണവും പണവും നൽകി സമൂഹത്തിൽ പ്രാധാന്യം നേടാൻ മാതാപിതാക്കൾ മത്സരിച്ചതിനാൽ പലരും നിയമം അവഗണിച്ചു. 100 പവൻ സ്വർണവും 3.5 ഏക്കർ ഭൂമിയും ഒരു കാറും 10 ലക്ഷം രൂപയും പ്രതിമാസം 8000 രൂപയും വീട്ടു ചെലവുകൾക്കായി ലഭിച്ചിട്ടും അഞ്ചൽ സ്വദേശി സൂരജ് ഭാര്യ ഉത്തരയെ പാമ്പ് ഉപയോഗിച്ച് കൊന്ന് അവരുടെ സ്വത്തുക്കളെല്ലാം കവർന്നെടുത്തു. 2 കുട്ടികളുടെ അമ്മയായ തുഷാരയെ 2 ലക്ഷം രൂപ സ്ത്രീധനമായി നൽകാൻ വൈകിയതിനെ തുടർന്ന് ഓയൂരിൽ ഭർത്താവ് പട്ടിണി കിടത്തി കൊലപ്പെടുത്തി. മരിക്കുമ്പോൾ തുഷാരയ്ക്ക് വെറും 20 കിലോഗ്രാം മാത്രമാണ് ഭാരമുണ്ടായിരുന്നത്. കൊല്ലത്ത് സ്ത്രീധനമായി നൽകിയ 10 ലക്ഷം രൂപ വിലമതിക്കുന്ന കാറിന് പകരം കൂടുതൽ പണവും SUV-യും ആവശ്യപ്പെട്ട് ഭർത്താവ് കിരൺ നിരന്തരം പീഡിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടർ വിസ്മയ ചെയ്തു. 150 പവൻ സ്വർണം, 1 ഏക്കർ ഭൂമി, 1.5 കോടി രൂപ, ഒരു BMW കാർ എന്നിവ സ്ത്രീധനമായി നൽകണമെന്ന് ഷഹാനയുടെ കാമുകൻ റുവൈസ് കുടുംബത്തോട് ആവശ്യപ്പെട്ടു. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ വിവാഹമോചനം നേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. 28 കുടുംബ കോടതികളിലായി ഏകദേശം 1.5 ലക്ഷം വിവാഹമോചന കേസുകളുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. എന്നിരുന്നാലും സ്ത്രീധനം ആവശ്യപ്പെടുന്നവരിൽ അവരാണ് മുൻപന്തിയിൽ. സാമൂഹിക വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലെ നേട്ടങ്ങൾ കാരണം കേരളം ഇന്ത്യയിലെ ഒരു പുരോഗമന സംസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. സാർവത്രിക സാക്ഷരതയും നൂതന ആരോഗ്യ സംരക്ഷണ സംവിധാനവുമുള്ള സംസ്ഥാനം ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന മാനവ വികസന സൂചിക നിലനിർത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും ശാക്തീകരണത്തിനും മുൻഗണന നൽകിയിട്ടുണ്ട്. ഇത് സ്ത്രീകളുടെ ഉയർന്ന സാക്ഷരതാ നിരക്കിന് കാരണമാകുന്നു. 2021 സെൻസസ് പ്രകാരം 92.07 സാക്ഷരതാ നിരക്കാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇത് പല വികസിത രാജ്യങ്ങളെയും മറികടക്കുന്നു. ചരിത്രപരമായി കേരളത്തിലെ മാതൃവംശ പാരമ്പര്യങ്ങൾ, പ്രത്യേകിച്ച് നായന്മാർക്കിടയിൽ സ്ത്രീ വംശാവലിയിലൂടെ സ്വത്ത് അനന്തരാവകാശം അനുവദിച്ചുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിച്ചു. ഈ സമ്പ്രദായം സ്ത്രീകൾക്ക് കൂടുതൽ സ്വയംഭരണവും കുടുംബത്തിലും സമൂഹത്തിലും മാന്യമായ പങ്കും നൽകി. ലിംഗഭേദത്തെക്കുറിച്ചുള്ള പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾക്ക് പേരുകേട്ടതാണെങ്കിലും സ്ത്രീധനം പോലുള്ള പഴയ രീതിയിലുള്ള സമ്പ്രദായങ്ങൾ ഇപ്പോഴും ഒരു പ്രശ്നമായി തുടരുന്നു. കേരളത്തിലെ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലും പ്രാദേശിക ഭരണത്തിലും ഗണ്യമായ പങ്കാളിത്തമുണ്ട്. കുടുംബശ്രീ മിഷൻ പോലുള്ള സംരംഭങ്ങൾ ലിംഗ സെൻസിറ്റീവ് നയങ്ങളോടുള്ള സംസ്ഥാനത്തിന്റെ പ്രശസ്തി ശക്തിപ്പെടുത്തുന്നു. എന്നിട്ടും ആധുനിക നയങ്ങളും കാലഹരണപ്പെട്ട സാമൂഹിക ആചാരങ്ങളും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുന്ന സ്ത്രീധന സമ്പ്രദായത്തിന്റെ നിലവിലുള്ള ഇഷ്യൂ ഒരു പ്രശ്നമായി തുടരുന്നു. ലിംഗ സമത്വത്തിൽ പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും സ്ത്രീധനം പോലുള്ള പുരുഷാധിപത്യ സമ്പ്രദായങ്ങളുമായി കേരളം മല്ലിടുന്നു. ഇത് പലപ്പോഴും ചൂഷണമായി മാറുന്നു. ഒരിക്കൽ വധുവിന്റെ സുരക്ഷയ്ക്കുള്ള പ്രതീകാത്മക സമ്മാനമായിരുന്നു സ്ത്രീധനം. സാമൂഹിക സമ്മർദ്ദങ്ങളും അസമത്വങ്ങളും ശക്തിപ്പെടുത്തിക്കൊണ്ട് അവളുടെ കുടുംബത്തിനു മേലുള്ള സാമ്പത്തിക ഭാരമായി പരിണമിച്ചു. ഗാർഹിക പീഡനം, സ്ത്രീധന മരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സ്ത്രീധന പീഡനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കേരളത്തിന്റെ പുരോഗമനപരമായ നിലപാടിന് തികച്ചും വിരുദ്ധമാണ്. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ നിയമങ്ങൾ സ്ത്രീധന സമ്പ്രദായങ്ങളെ പിന്തുണയ്ക്കുന്ന പഴയ സാംസ്കാരിക വിശ്വാസങ്ങൾക്ക് എതിരാണ്. സ്ത്രീധന സമ്പ്രദായം സാമൂഹിക പദവിയും സമ്പത്തും പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമായി മാറിയിരിക്കുന്നു. ഇത് ഒരു പഴയ ആചാരം മാത്രമല്ല, സമൂഹത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. അത് പുരോഗതി കൈവരിക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമങ്ങൾക്ക് എതിരാണ്. വിവാഹത്തെക്കുറിച്ചും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പങ്കിനെക്കുറിച്ചും സമൂഹത്തിലുള്ള പ്രതീക്ഷകളാണ് ഇതിന് പ്രധാന കാരണം. തുടക്കത്തിൽ സ്ത്രീധനം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരുതരം അനന്തരാവകാശമായിരുന്നു. എന്നാൽ കാലക്രമേണ അത് വധുവിന്റെ കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടായി മാറി. സമ്പത്തും സാമൂഹിക നിലവാരവും പ്രകടിപ്പിക്കാൻ പലപ്പോഴും സ്ത്രീധനം ഉപയോഗിക്കുന്ന ഉപഭോക്തൃവാദത്തിന്റെ ഉയർച്ചയോടെ ഈ മാറ്റം കൂടുതൽ വഷളായി. സ്ത്രീധന സമ്പ്രദായം ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവരുൾപ്പെടെ കേരളത്തിലെ വിവിധ മതങ്ങളിലും ജാതികളിലും പെട്ട ആളുകളെ ബാധിക്കുന്നു. ഓരോ സമുദായത്തിലും സ്ത്രീധനം അസമത്വം നിലനിർത്തുകയും പുരുഷ മേധാവിത്വമുള്ള ഘടനകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായി മാറിയിരിക്കുന്നു. ലിംഗസമത്വത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന നിലയിൽ കേരളത്തിന്റെ പ്രശസ്തി സംരക്ഷിക്കുന്നതിന് സ്ത്രീധന സമ്പ്രദായങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് നിർണായകമാണ്. ഇതിന് സംസ്ഥാനത്തിന്റെ നിയമ ചട്ടക്കൂടുകളുമായി സാമൂഹിക മനോഭാവം സമന്വയിപ്പിക്കേണ്ടതുണ്ട്. ആഴത്തിലുള്ള പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾ ഇല്ലാതാക്കുന്നതിനും സ്ത്രീകളുടെ സ്വയംഭരണാവകാശം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലിംഗസമത്വ നയങ്ങൾ എല്ലാ സാമൂഹിക തലങ്ങളിലും ഉയർത്തിപ്പിടിക്കുന്നത് ഉറപ്പാക്കുന്നതിനും
വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഭരണം എന്നിവയിൽ കേരളത്തിന്റെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തണം. മാതൃവംശ സമ്പ്രദായങ്ങളാണ് കേരളത്തിന്റെ ചരിത്രം രൂപപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നായന്മാർക്കിടയിൽ സ്ത്രീ വംശത്തിലൂടെ സ്വത്ത് പാരമ്പര്യമായി ലഭിച്ചു. സ്ത്രീകൾ പലപ്പോഴും അവരുടെ കുടുംബങ്ങളോട് തലവന്മാരായിരുന്നു. കുടുംബസ്വത്തും വംശവും നിലനിർത്തുന്നതിൽ പെൺമക്കൾ പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ പുരുഷാധിപത്യ പാരമ്പര്യങ്ങളുടെ ഉയർച്ച, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് മാതൃകാപരമായ ആചാരങ്ങളെ ഇല്ലാതാക്കി. 1925 തിരുവിതാംകൂർ നായ നിയന്ത്രണ നിയമം പോലുള്ള നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾ സ്വത്ത് അനന്തരാവകാശം മാതൃവംശത്തിൽ നിന്ന് പിതൃവംശത്തിലേക്ക് മാറ്റുകയും സ്ത്രീകളുടെ പങ്ക് കുറയ്ക്കുകയും സ്ത്രീധന സമ്പ്രദായങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാകുകയും ചെയ്തു. തുടക്കത്തിൽ കേരളത്തിൽ സ്ത്രീധനത്തെ വധുവിന്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു മാർഗമായ സ്ത്രീധനമായിട്ടാണ് കണ്ടിരുന്നത്. എന്നിരുന്നാലും കാലക്രമേണ അത് പുരുഷാധിപത്യ നിയന്ത്രണത്തിന്റെ ഒരു ഉപകരണമായി മാറി. മാതൃവംശ സമ്പ്രദായങ്ങളുടെ തകർച്ചയും സംസ്കൃതവൽക്കരണത്തിന്റെ വ്യാപനവും ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള സമുദായങ്ങളിൽ സ്ത്രീധനം വ്യാപകമായി സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ഈ പരിവർത്തനം സ്ത്രീധനത്തെ ഒരു സമ്മാനത്തിൽ നിന്ന് സാമ്പത്തിക ബാധ്യതയിലേക്ക് മാറ്റുകയും ലിംഗ അസമത്വം ശക്തിപ്പെടുത്തുകയും ചെയ്തു. 1961 സ്ത്രീധന നിരോധന നിയമം നടപ്പാക്കിയെങ്കിലും സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ സ്ത്രീധന സമ്പ്രദായം ഒരു സാധാരണ സമ്പ്രദായമായി മാറി. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടപ്പോൾ സ്ത്രീധനം സാമൂഹിക പദവിയെ പ്രതീകപ്പെടുത്താൻ തുടങ്ങി. ഇത് വർദ്ധിച്ചു വരുന്ന ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വധുവിന്റെ കുടുംബത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. ഈ മാറ്റം കേരളത്തിൽ ഉണ്ടായിരുന്ന ലിംഗഭേദത്തെക്കുറിച്ചുള്ള കൂടുതൽ പുരോഗമനപരമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് വലിയ മാറ്റമായിരുന്നു. സ്ത്രീധനത്തിന്റെ സ്ഥിരത കേരളത്തിന്റെ സാമൂഹിക ഘടനയ്ക്കുള്ളിലെ വൈരുദ്ധ്യങ്ങളെ എടുത്തു കാണിക്കുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും സംസ്ഥാനം മുന്നേറിയെങ്കിലും സ്ത്രീധനം സമൂഹത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ പിരിമുറുക്കം കേരളത്തിന്റെ പുരോഗമന നയങ്ങളെ പിന്തിരിപ്പൻ സാംസ്കാരിക സമ്പ്രദായങ്ങളുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള വിശാലമായ പോരാട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നു. ലിംഗസമത്വത്തിൽ കേരളം മുൻപന്തിയിലാണ്. ഉയർന്ന സ്ത്രീ സാക്ഷരതാ നിരക്ക് ഇത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്കുള്ള സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനവും ഒരു മാതൃകയാണ്. കേരളത്തിലെ സ്ത്രീകളുടെ ആയുർദൈർഘ്യവും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഇത് തുല്യമായ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ സംസ്ഥാനത്തിന്റെ വിജയത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ വനിതാ തൊഴിൽ പങ്കാളിത്തം ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നതും വിദ്യാസമ്പന്നരായവർക്ക് ലഭ്യമായ പരിമിതമായ തൊഴിൽ ഓപ്ഷനുകളും ഇതിന് കാരണമാണ്. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഉറപ്പാക്കിക്കൊണ്ട് കേരളം വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സ്ത്രീകളെ സഹായിക്കുന്നു. ഇന്ത്യയുടെ മാനവ വികസന സൂചികയിലും ലിംഗവികസന സൂചികയിലും കേരളം സ്ഥിരമായി ഉയർന്ന സ്ഥാനത്താണ്. ഇത് സമഗ്രമായ വളർച്ചയ്ക്കുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. ജെൻഡർ പാർക്ക് പോലുള്ള പരിപാടികളും ഷീ ടാക്സി പോലുള്ള സംരംഭങ്ങളും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും പരമ്പരാഗത സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ നഗരത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ ഉണ്ടെങ്കിലും ഗ്രാമീണ സ്ത്രീകൾ യാഥാസ്ഥിതിക സാമൂഹിക മാനദണ്ഡങ്ങൾ, പരിമിതമായ ചലനാത്മകത തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നു. സർക്കാർ പരിപാടികൾ ഈ വിടവ് നികത്താനാണ് ലക്ഷ്യമിടുന്നതെങ്കിലും നയങ്ങൾ വ്യാപകമായ സാമൂഹിക മാറ്റത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ഒരു വെല്ലുവിളിയായി തുടരുന്നു. കേരളത്തിന്റെ പുരോഗമനപരമായ പ്രതിച്ഛായ ഉണ്ടായിരുന്നിട്ടും സ്ത്രീധനം ഒരു വ്യാപകമായ പ്രശ്നമായി തുടരുന്നു. പീഡനം, ആത്മഹത്യ, സ്ത്രീധന മരണങ്ങൾ എന്നിവയുൾപ്പെടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ വർധനവ് ഉണ്ടായതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വെളിപ്പെടുത്തുന്നു. സ്ത്രീധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാമ്പത്തിക സമ്മർദ്ദങ്ങൾ പല കുടുംബങ്ങളെയും കടത്തിലേക്ക് നയിക്കുന്നു. ഇത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കേരളത്തിൽ സ്ത്രീധനം ഒരു സ്റ്റാറ്റസ് ചിഹ്നമായി മാറിയിരിക്കുന്നു. കുടുംബങ്ങൾ അത് അവരുടെ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി കാണുന്നു. പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾ സ്ത്രീകളെ വിവാഹത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യതകളായി കണക്കാക്കുകയും ലിംഗ അസമത്വം നിലനിർത്തുകയും സ്ത്രീകളെ അവരുടെ ഭൗതിക മൂല്യത്തിലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. സ്ത്രീധന സമ്പ്രദായം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന മതപരവും ജാതിപരവുമായ അതിരുകൾ മറികടക്കുന്നു. ഓരോ സമുദായത്തിലും സ്ത്രീധനം സാമൂഹിക ചലനാത്മകതയ്ക്കുള്ള ഒരു ഉപകരണമായി വർത്തിക്കുകയും ജാതി അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസങ്ങൾ ശക്തിപ്പെടുത്തുകയും ലിംഗ അസമത്വം നിലനിർത്തുകയും ചെയ്യുന്നു. ആധുനിക ഉപഭോക്തൃവാദം സ്ത്രീധന ആവശ്യങ്ങൾ വർദ്ധിപ്പിച്ചു. സമ്പന്ന കുടുംബങ്ങൾ അവരുടെ പെൺമക്കൾക്ക് അനുകൂലമായ വിവാഹങ്ങൾ ഉറപ്പാക്കാൻ അതിരുകടന്ന സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പരമ്പരാഗത സമ്പ്രദായങ്ങൾ സമകാലിക സാമൂഹിക മൂല്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെട്ടുവെന്നും അത് കേരളത്തിലെ സംസ്കാരത്തിൽ സ്ത്രീധനത്തെ കൂടുതൽ ആഴത്തിലാക്കിയെന്നും ഇത് പ്രതിഫലിപ്പിക്കുന്നു. സ്ത്രീധന സമ്പ്രദായങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് വൈകാരിക പീഡനം, ശാരീരിക പീഡനം, മരണം എന്നിവയുൾപ്പെടെ സ്ത്രീകൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. സ്ത്രീധന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സ്ത്രീകൾ പലപ്പോഴും സ്വത്തവകാശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഇത് അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്വയംഭരണവും കൂടുതൽ പരിമിതപ്പെടുത്തുന്നു. സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും ആവശ്യപ്പെടുന്നതും നിയമവിരുദ്ധമാക്കുന്ന 1961 സ്ത്രീധന നിരോധന നിയമം ഉൾപ്പെടെ സ്ത്രീധന സമ്പ്രദായത്തെ ചെറുക്കാൻ
കേരളം നിരവധി നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനങ്ങൾക്ക് ഇരയായവരെ സഹായിക്കുന്നതിന് ഹെൽപ്പ് ലൈനുകൾ, പ്രത്യേക സെല്ലുകളും പോലുള്ള സഹായ നടപടികൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സ്ത്രീധന ഇടപാടുകൾ പലപ്പോഴും സമ്മാനങ്ങളോ കുടുംബ ബാധ്യതകളോ ആയി മാറുന്നതിനാൽ നടപ്പാക്കൽ പ്രശ്നമായി തുടരുന്നു. സ്ത്രീധന ദുരുപയോഗത്തെക്കുറിച്ചുള്ള നിഷേധാത്മകമായ കാഴ്ചപ്പാടുകൾ ഇരകൾക്ക് സഹായം ചോദിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഇത് ആരും ശ്രദ്ധിക്കാതെ ഈ ദോഷകരമായ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കുന്നു. സ്ത്രീധനത്തോടുള്ള സാമൂഹിക മനോഭാവം പുനർനിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് കേരളം ഒന്നിലധികം പ്രചാരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീധന സമ്പ്രദായങ്ങളുടെ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങൾക്ക് ഊന്നൽ നൽകുന്ന കേരള വനിതാ കമ്മീഷന്റെ സേ നോ ടു ഡൗറി പോലുള്ള സംരംഭങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാൻ ഈ പരിപാടികൾ, കമ്മ്യൂണിറ്റി വർക്ക്ഷോപ്പുകൾ, സ്കൂൾ സംരംഭങ്ങൾ, പൊതുസേവന സന്ദേശങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. സഖി വിമൻസ് റിസോഴ്സ് സെന്റർ പോലുള്ള താഴത്തെ തട്ടിലുള്ള സംഘടനകൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ശ്രമങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കുന്നു. നിയമപരമായ പരിഷ്കാരങ്ങൾക്കൊപ്പം ഒരു സാംസ്കാരിക മാറ്റവും വളർത്താനാണ് ഈ പ്രചാരണങ്ങൾ ലക്ഷ്യമിടുന്നത്. രക്ഷപ്പെട്ടവർക്ക് കൗൺസിലിംഗ്, നിയമസഹായം, പുനരധിവാസം എന്നിവ നൽകിക്കൊണ്ട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സിവിൽ സൊസൈറ്റി സംഘടനകൾ സജീവമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്ത്രീധന വിരുദ്ധ നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും അവർ വാദിക്കുന്നു. എന്നിരുന്നാലും മതസ്ഥാപനങ്ങൾ സമ്മിശ്രമായ ഒരു ചിത്രം അവതരിപ്പിക്കുന്നു. കേരളത്തിലെ ചില മത നേതാക്കൾ സ്ത്രീധന സമ്പ്രദായങ്ങളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ നിസ്സംഗതയോ പങ്കാളിത്തമോ പുലർത്തുന്നു. പുരോഗമന മതവിഭാഗങ്ങൾ സ്ത്രീധനത്തിനെതിരായി നിയമങ്ങൾക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നിയമങ്ങൾ എല്ലായ്പ്പോഴും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർ പലപ്പോഴും പാടുപെടുന്നു. സ്ത്രീധന സമ്പ്രദായങ്ങൾ തടയുന്നതിനുള്ള ഉചിതമായ ശക്തമായ ഉപകരണമാണ് വിദ്യാഭ്യാസം. സ്ത്രീ സാക്ഷരതയിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീധന ആവശ്യങ്ങളെ ചെറുക്കാൻ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള അടിത്തറ നൽകുന്നു. ലിംഗസമത്വ ചർച്ചകളും സ്ത്രീധനത്തിന്റെ പ്രത്യാഘാതങ്ങളും സ്കൂൾ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ യുവതലമുറയിൽ പുരോഗമന മൂല്യങ്ങൾ വളർത്താനാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീയുടെ കീഴിലുള്ള സാമ്പത്തിക സാക്ഷരതയും സ്വാതന്ത്ര്യ പരിപാടികളും സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനും സ്ത്രീധന സമ്മർദ്ദങ്ങളെ ചെറുക്കാനും സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിലെ വികേന്ദ്രീത ഭരണ സംവിധാനം പഞ്ചായത്തുകൾ പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ത്രീധന തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനും അവബോധം വളർത്താനും അനുവദിക്കുന്നു. കുടുംബശ്രീ മിഷനുകൾ പോലുള്ള സംരംഭങ്ങൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ സഹകരണത്തോടെ പരിഹരിക്കാൻ വനിതാ കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അത്തരം സമൂഹത്താൽ നയിക്കപ്പെടുന്ന സമീപനങ്ങൾ സ്ത്രീധനത്തിനെതിരായ പ്രാദേശിക പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. ഈ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും തടസ്സങ്ങൾ നിലനിൽക്കുന്നു. നിയമപരമായ പഴുതുകൾ, അപര്യാപ്തമായ നടപ്പാക്കൽ, സാമൂഹിക പ്രതിരോധം എന്നിവ പുരോഗതിയെ ദുർബലപ്പെടുത്തുന്നു. സ്ത്രീധന പീഡനത്തിന് ഇരയായവർ നേരിടുന്ന മാനക്കേട് കാരണം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുന്നു. സ്ത്രീധനം ഒഴിവാക്കാനാവാത്ത ഒരു പാരമ്പര്യമാണെന്ന ധാരണയെ പുരുഷാധിപത്യ മനോഭാവങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഈ സമ്പ്രദായം ഇല്ലാതാക്കുന്നതിന് സമഗ്രമായ സമീപനത്തിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു. സ്ത്രീ സാക്ഷരത, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയിൽ കേരളം പ്രശംസനീയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീധനം പോലുള്ള പിന്തിരിപ്പൻ സമ്പ്രദായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഘടനാപരമായ പുരോഗതികളെ മറികടക്കുന്ന സാംസ്കാരിക മാനദണ്ഡങ്ങളിൽ നിന്നാണ് വൈരുദ്ധ്യം ഉണ്ടാകുന്നത്. വിദ്യാസമ്പന്നരും സമ്പന്നരുമായ കുടുംബങ്ങൾക്കിടയിൽ പോലും സ്ത്രീധന സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നു. ഇത് പാരമ്പര്യം പലപ്പോഴും പുരോഗതിയെ എങ്ങനെ മറയ്ക്കുന്നു എന്ന് കാണിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഉപഭോക്തൃവാദത്തോടെ സ്ത്രീധനം ഒരു പരമ്പരാഗത സമ്പ്രദായത്തിൽ നിന്ന് സമ്പത്തിന്റെയും പദവിയുടെയും പ്രദർശനമായി മാറി. സമ്പന്ന കുടുംബങ്ങൾ പലപ്പോഴും സ്ത്രീധനത്തെ ഒരു സാമൂഹിക മത്സരമായി ഉപയോഗിക്കുന്നു. ഈ സമ്പ്രദായം അനുകരിക്കാൻ സമ്പന്നരല്ലാത്ത കുടുംബങ്ങളെ തെറ്റായി സ്വാധീനിക്കുന്നു. ഈ പരിണാമം കേരളത്തെ ഒരു പുരോഗമന സമൂഹമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു. വിദ്യാഭ്യാസത്തിന് കേരളം നൽകുന്ന ഊന്നൽ പുരുഷാധിപത്യ സമ്പ്രദായങ്ങളെ ഗണ്യമായി കുറച്ചിട്ടില്ല. സ്ത്രീകളുടെ വിദ്യാഭ്യാസം വിലമതിക്കുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കാൾ സ്ത്രീധനം പോലുള്ള സാമൂഹിക പ്രതീക്ഷകൾക്ക് മുൻഗണന നൽകുന്നു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ ഇപ്പോഴും സ്ത്രീധനം നടപ്പാക്കപ്പെടുന്നു എന്ന വസ്തുത തുല്യതയെക്കുറിച്ച് അവർ പഠിക്കുന്നതും ലിംഗപരമായ റോളുകളെക്കുറിച്ചുള്ള അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും തമ്മിലുള്ള അന്തരം കാണിക്കുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, കേരളത്തിലെ സാമ്പത്തിക മുന്നേറ്റങ്ങൾ ചില കേസുകളിൽ സ്ത്രീധന സമ്പ്രദായങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സമ്പന്ന സമൂഹങ്ങളിലെ വർദ്ധിച്ച സമ്പത്ത് പലപ്പോഴും സ്ത്രീധന ആവശ്യങ്ങളിൽ വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുകയും പാരമ്പര്യം കൂടുതൽ നിലനിർത്തുകയും സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങളെ ഇത് അനുകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. സ്ത്രീധന സമ്പ്രദായങ്ങളെ സ്വാധീനിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുമ്പോൾ ആഡംബര വിവാഹങ്ങളുടെ ചിത്രീകരണം പലപ്പോഴും ഭൗതികമായ കൈമാറ്റങ്ങളെ ആകർഷിക്കുന്നു. ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും താഴത്തെ തട്ടിലുള്ള സംഘടനകളും നയിക്കുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഈ സ്വാധീനങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉറച്ചു നിൽക്കുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾ മാറ്റുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നു. നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കുക, സ്ത്രീധന കേസുകൾക്ക് പ്രത്യേക കോടതികൾ രൂപീകരിക്കുക, വേഗത്തിൽ നീതി ഉറപ്പാക്കുക എന്നിവയിലൂടെ നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കേസുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് ഉറപ്പാക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ തടയാനും ഇരയാകുന്നവർക്ക് മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കാനും സഹായിക്കും. കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങളിൽ കാണുന്നതുപോലെ പ്രാദേശിക തലത്തിൽ സ്ത്രീധന സമ്പ്രദായങ്ങളെ വെല്ലുവിളിക്കാൻ കേരളത്തിന്റെ കൂട്ടായ്മ
കൂട്ടായ പ്രവർത്തന സംസ്കാരം പ്രയോജനപ്പെടുത്താം. ലിംഗസമത്വ പരിപാടികളിൽ പുരുഷന്മാരെയും ആൺകുട്ടികളെയും ഉൾപ്പെടുത്തുന്നതും സാമൂഹിക മാറ്റത്തിന് കാരണമാകും. ലിംഗസമത്വത്തെക്കുറിച്ചും സ്ത്രീധനത്തിന്റെ ദോഷങ്ങളെക്കുറിച്ചും സ്കൂൾ പാഠ്യപദ്ധതികളിൽ ചർച്ചകൾ സംയോജിപ്പിക്കുന്നത് സാമൂഹിക മനോഭാവത്തെ പുനർനിർമ്മിക്കും. മാതാപിതാക്കൾക്കായുള്ള പ്രത്യേക ശില്പശാലകൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ നിരുത്സാഹപ്പെടുത്തും. സ്ത്രീധനത്തിന്റെ അനന്തരഫലങ്ങൾ ഉയർത്തിക്കാട്ടുകയും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രചാരണങ്ങൾ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഇരകൾക്ക് വിവേകപൂർണമായ പിന്തുണ നൽകാനും അവരെ വിഭവങ്ങളുമായി ബന്ധിപ്പിക്കാനും കഴിയും. തൊഴിൽ പരിശീലനത്തിലൂടെയും തുല്യമായ സമ്പത്ത് വിതരണത്തിലൂടെയും സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നത് സ്ത്രീധനത്തിന്റെ വ്യവസ്ഥാപിതമായ വേരുകളെ വെല്ലുവിളിക്കും. മതസ്ഥാപനങ്ങളും സാംസ്കാരിക സ്വാധീനമുള്ളവരും സ്ത്രീധന സമ്പ്രദായങ്ങളെ സജീവമായി നിരുത്സാഹപ്പെടുത്തണം. ലളിതമായ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രചാരണങ്ങൾക്ക് സാമൂഹിക സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. ശാശ്വതമായ മാറ്റത്തിന് സർക്കാർ, NGO-കൾ, മാധ്യമങ്ങൾ, മതസംഘടനകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഏകീകൃത ശ്രമം അനിവാര്യമാണ്. നിരന്തരമായ നിരീക്ഷണവും പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങളും സുസ്ഥിരമായ പുരോഗതിക്ക് നിർണായകമാണ്. പുരോഗമന നയങ്ങളും ഉറച്ച പാരമ്പര്യങ്ങളും തമ്മിലുള്ള വിടവ് നികത്താൻ കേരളം നിയമനിർമ്മാണ നിർവഹണത്തെ സാംസ്കാരിക പരിവർത്തനവുമായി സംയോജിപ്പിക്കണം. വിദ്യാഭ്യാസം, സാമൂഹിക ഇടപെടൽ, ബന്ധപ്പെട്ടവർ തമ്മിലുള്ള സഹകരണം എന്നിവയ്ക്ക് പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. ലിംഗസമത്വത്തിൽ മുന്നിലുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന്റെ പ്രശസ്തി അതിന്റെ സാമൂഹിക സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.